ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ കണ്ടാലോ? ഉമ്മാന്റെ ചിക്കൻ കറി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ കറി ആയിട്ടില്ല, പൊരിക്കാനുള്ള ചിക്കൻ കൂടി മസാല കൂട്ടി വെച്ചിട്ട് പത്തിരി തിന്നും അടുത്തു നമ്മുടെ ഞാൻ തന്നെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയതാ ഞങ്ങളെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കല്. അപ്പൊ ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറാക്കി. എല്ലാരും പറയും നോമ്പ് വന്നാൽ മെലിയൊന്ന്. എന്റെ ജിന്ദഗിയിൽ ഞാൻ നോമ്പിന് മെലിഞ്ഞ ചരിത്രമില്ല. ഇങ്ങനെ പൊരിച്ചതും കരിച്ചതാവുമ്പോ എങ്ങനെയാ മെലിയ? പിന്നെ ഉണ്ടാക്കുന്നതിൽ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് പറമ്പിൽ പോയിട്ട് കുറച്ച് കരിയപ്പിന്റെ ഇല പറിച്ചു. നാടൻ, അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഞങ്ങളെ വീട്ടിൽ നോമ്പ് നോക്കൂല, നിസ്കരിക്കുകയും ചെയ്യൂല. അങ്ങനത്തെ രണ്ടെണ്ണാണിത്. ഓർക്കുള്ള ഫുഡും കൊടുക്കും. ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവന് നമ്മളോടും കരുണ കാണിച്ചു. ചോറ് അവിടെ ആവണുണ്ട്, അപ്പത്തേനും നമുക്ക് വത്തക്ക ജ്യൂസ് അടിക്കാം. ഞങ്ങളെ വീട്ടിൽ ഫ്രൂട്ട്സിന് ഭയങ്കര ചെലവാണ്. ഈ വത്തക്ക ഇപ്പൊ തീരും. അങ്ങനെ നമ്മളെ ജ്യൂസ് റെഡിയായി. ഉമ്മാന്റെ ചിക്കൻ സ്റ്റൂവും റെഡി ആവുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോഴത്തേനും ആവുമായിരിക്കും. എന്റെ അറിവിൽ നോമ്പിന് അസറിന്റെ ശേഷം എല്ലാ വീട്ടിലെ അടുക്കളയിലും ബത്തറും ഓതും ഹന്തക്കും എല്ലാം ഇറങ്ങി. അങ്ങനെ ഫൈനലി നമ്മൾ ചോറായി, ചിക്കൻ ആവുന്നുണ്ട്, കറി ആവുന്നുണ്ട്, പിന്നെ കുറച്ച് മീനുണ്ടേനും അതും പൊരിച്ചു. സത്യം പറഞ്ഞാൽ ആകെ ജഗ പോകാം. പിന്നെ വീട്ടിലെ വേറൊരു വിഭാഗത്തിന് ജ്യൂസ് വേണ്ട, കഷ്ണാക്കിയ വത്തക്ക വെള്ളം മതി. എന്നിഷ്ടം കട്ട് ഫ്രൂട്ട്സിന് ഇത്രയും ഐറ്റംസ് ആണുള്ളത്. പിന്നെ ഈ കുരു ഇല്ലാത്ത മുന്തിരി, അത് എനിക്കുള്ള സ്പെഷ്യലാണ്. ആര് വന്നാലും എന്ത് വന്നാലും മാറാത്ത ഒരേ ഒരു സാധനമാണ് ഞങ്ങൾ വീട്ടിലുള്ളത്, അതാണ് ചായ. പിന്നെ പൊരിക്കടിയായിട്ട് കിളിക്കൂടുണ്ട്, സമൂസ ഉണ്ട്, അതിനുള്ളൂ. നോമ്പ് വന്നപ്പോൾ യൂട്യൂബ് തുറന്നാലേ റമദാൻ സ്പെഷ്യൽ, ഞങ്ങൾ ഇന്നത്തെ നോമ്പ് തുറ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ ടൈമിലെല്ലാം എന്തടിച്ച് നടന്ന്. ആ ടൈമിലാണ് ഫുള്ളി നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായത്. ഒന്നും വീഡിയോസും എടുത്തില്ല, ഒന്നും എടുത്തില്ല. അതിനർത്ഥം ഇനി ഡെയിലി നമ്മളും വീഡിയോ ഇടുന്നതാണ്. അങ്ങനെ നോമ്പും തുറന്നു, ഫുഡ് നല്ല മാട്ടടി അടിക്കുകയും ചെയ്തു. അല്ലോ, ഒരു കാര്യം പറയാനുണ്ട്. റമദാൻ മാസമൊക്കെ അല്ലേ, ഈ ഫോണിൽ കളിച്ചിരിക്കാണ്ട് എന്നെ പോലെ നിസ്കരിച്ച് ഖുർആൻ ഓതിക്കൂടെ നിങ്ങൾക്ക്? ഞാനിപ്പോൾ ആത്മീയതയുടെ പാതയിലാണ്. ഞാൻ പോവാണോയ്.